മയിൽ ഹൈവിഷൻ്റെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടകം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പക്ഷികളെ ക്യാമറയിലാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. കൊളച്ചേരിയിലെ CK സുരേഷ് ബാബു എന്ന ബാബു മാഷ് അധ്യാപന ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം മാഷ് മുഴുവൻ സമയം പക്ഷി നിരീക്ഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇതോടൊപ്പം പക്ഷികളെ സംരക്ഷിക്കുന്നതിനുള്ള ബോധവൽക്കരണവും ബാബു മാഷ് നടത്തുന്നുണ്ട്. പക്ഷേ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പക്ഷി നിരീക്ഷണത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ സലീം അലി ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്, വായിക്കാറുമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പക്ഷി നിരീക്ഷകനുണ്ട് എന്നുള്ളത് അധികം ആളുകൾക്കും അറിയില്ല. അപ്പോൾ മാഷ് ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ക്യാമറയായിട്ട് ഇങ്ങനെ നടക്കുന്നത് പലരും കാണുന്നുണ്ട്. അപ്പോൾ ക്യാമറയായിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ടാണ് മാഷ് നടക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മാഷ് ഒരു പക്ഷി നിരീക്ഷകനാണ് എന്നുള്ളത്. എപ്പോഴാണ് ഈ പക്ഷി നിരീക്ഷണത്തിൻ്റെ ഇതിലേക്ക് മനസ്സ് വന്നത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബാബു കാമ്പർത്ത്, നമ്മുടെ ദേശാമലിലെ ഫോട്ടോഗ്രാഫർ ദിലീപൻ, പിന്നെ BC ബാലകൃഷ്ണൻ, അത്രയും ആളുകൾ ഒരു പ്രാവശ്യം മുല്ലക്കൊടി കൈവയലിലെ ചതുപ്പിൽ വന്ന് അന്ന് അവിടെ ഗ്ലോസി ഐബീസിൻ്റെ ഒരു വലിയ കൂട്ടം, അതിൻ്റെ ഫോട്ടോ എടുത്ത് അവരതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു തന്നു. അടുത്ത ദിവസം ദേശാഭിമാനിയിൽ വിസയില്ലാത്ത വിദേശികളെത്തി എന്നൊരു വലിയൊരു ആർട്ടിക്കിൾ, നല്ല ടൈറ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അതോടുകൂടി മുല്ലക്കൊടി ഫേമസ് ആയി. അതിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാനും പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അല്ല, അപ്പോൾ ഈ അത് പക്ഷി നിരീക്ഷണത്തിൻ്റെ അതിലൊരു താല്പര്യം വന്നു. ഇതിപ്പോൾ ഈ ഫോട്ടോ ആയിട്ട് ഈ പക്ഷികളെ ക്യാമറയിലാക്കുന്നതാണല്ലോ ഇത് ഹോബി. ഈ ക്യാമറയായിട്ട് ഇതെങ്ങനെയാണ് കണക്ഷൻ ആകുന്നത് മാഷ്? പറയാം. അത് 4ാം ക്ലാസ് എല്ലാ ക്ലാസ്സിലും പിന്നെ പക്ഷികളെ പറ്റി പഠിക്കാറുണ്ട്. അപ്പോൾ ആദ്യകാലത്തെല്ലാം പക്ഷികളെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ പുസ്തകങ്ങൾ വായിക്കും. അതേപോലെ തൂവലുകൾ ശേഖരിക്കുക, ഒളിഞ്ഞ പക്ഷിക്കൂടുകൾ ശേഖരിക്കുക. ആ രീതിയിലാണ് നമ്മൾ പക്ഷികളെ പറ്റിയിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ മുല്ലക്കൊടി പോലത്തെ ചതുപ്പ് നിലമുള്ളൊരു സ്ഥലത്ത് ഞാൻ നേരിട്ട് കുട്ടികളെ കാണിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങി. കുട്ടികളെ കൂട്ടിയിട്ട് പോകും. അപ്പോൾ ഞാൻ പക്ഷികളെ പറ്റി കൂടുതൽ പഠിക്കണമല്ലോ. അപ്പോൾ അവിടെ സ്കൂള്. അപ്പോൾ പിന്നെ അവിടെ വരുന്ന ഓരോ പക്ഷിനെയോ അതിൻ്റെ ഓരോ കാലത്ത് ഞാൻ ദിവസേന എല്ലാ ദിവസവും ബൈക്ക് എടുത്തിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഈ ചതുപ്പിൽ ഞാനൊന്ന് പോകും. അപ്പോൾ അവിടെ ഒരു പുതിയ പക്ഷി ഉണ്ടെങ്കിൽ ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് അന്ന് പോകും. പാഠം പിന്നെ ഇപ്പോഴോ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മുല്ലക്കൊടിയെ കുട്ടികൾക്ക് കാണുന്നതൊന്നും കൊച്ചയല്ല. അപ്പോൾ ഓരോ പക്ഷിയുടെ പേരും അവർക്കറിയാം. അതേകൂടി നമ്മളാ പോകുന്ന സ്ഥലത്തുള്ള നാട്ടുകാർക്കും ഇതിനെപ്പറ്റി നല്ലൊരു അവബോധം ഉണ്ടായി തുടങ്ങി. അപ്പോൾ അവരും പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പുതിയ പക്ഷി വന്നാൽ അവരെന്നെ വിവരറിയിക്കും. അപ്പോൾ അതുവരെ അവിടെ ഈ എരണ്ടകൾ, ചൂളൻ എരണ്ടകൾ ധാരാളം വരലുണ്ട്. ആ എരണ്ട പക്ഷികൾ വരുമ്പോൾ ഈ പറശ്ശിനി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വെടി വെച്ചിട്ട് ആൾ ഇറച്ചിക്ക് വേണ്ടി ഈ പക്ഷികളെ കൊല്ലലുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ സ്ഥിരമായിട്ട് പോവുകയും ആ വാർത്ത വന്നതിന് ശേഷം പല ഭാഗത്തുനിന്നും പക്ഷി നിരീക്ഷകർ വരികയും ചെയ്തപ്പോൾ ഈ വേട്ടക്കാർ വരുമ്പം നാട്ടുകാർ അതിനകത്ത് അടിയാൻ തുടങ്ങി. അതോടുകൂടി പക്ഷി വേട്ടയില്ലാണ്ട് അപ്പോൾ നാട്ടുകാർ ഓരോരുത്തരും ആ ഭാഗത്തുള്ളവർ അവരെ നിരീക്ഷിക്കലും അവർ വരുന്ന സമയമൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെ സ്കൂളിൽ മുല്ലക്കൊടി മാപ്പിള LP സ്കൂളിൽ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ആ കുട്ടികൾക്ക് ഓരോ പക്ഷീനെയും ഏതാണ്ട് എല്ലാം കൊച്ചാന്നുള്ള രീതിയിലല്ല, അതിന് ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ ഒരു പക്ഷിൻ്റെ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷിനെ കാണിച്ചപ്പോൾ ലിയോണ എന്ന് പറയുന്ന കുട്ടി കരുവാരക്കുരു എന്ന് പറഞ്ഞു. അപ്പോൾ മുഴുവൻ കുട്ടികളും ടീച്ചേഴ്സും ചിരിച്ചു. പക്ഷേ ആ പക്ഷീൻ്റെ ക്ലാസ് എടുക്കാൻ വന്നാണ് ആ കുട്ടീനെ ചേർത്ത് പിടിച്ചു. കരുവാരക്കുരു എന്ന് പറയുന്ന മുല്ലക്കൊടി വന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ പക്ഷികളെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ ഈ എൻ്റെ വേണ്ടുന്ന മികച്ച ഉപകരണങ്ങൾ, എൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ അതിന് പ്രാപ്തമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ തൽക്കാലം ശ്രമം ഉപേക്ഷിക്കുകയാണ്. പിന്നെ ബൈനോക്കുലറുകളുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ആ നാട്ടിലും മുല്ലക്കൊടി നാട്ടിലും ഒരുപാട് ബൈനോക്കുലറുകളുണ്ട്. അപ്പോൾ അതൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ കൂട്ടിയിട്ട് ഫീൽഡ് ട്രിപ്പിന് പോവുക. അപ്പോൾ അതോടുകൂടി തന്നെ പല സ്കൂളുകളിൽ നിന്നും നമ്മളെ ഈ കൈവയലിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങി, പല സ്കൂളുകളിൽ നിന്നും. ഇല്ല, ഇപ്പോൾ ഈ മാഷി വലിയ ക്യാമറയൊക്കെ ആയിട്ട് ഇത് പോയി തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സാമ്പത്തിക ഇത് വന്നു. അപ്പോൾ ഇതിൻ്റെ ക്രേസി വീണ്ടും എനിക്കുണ്ടായി. അപ്പം അപ്പോഴേക്കും ഒരുപാട് സാങ്കേതിക വിദ്യ വളർന്നു. ഇപ്പം പക്ഷി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അത്ര വലിയൊരു പ്രശ്നമല്ല. ഒന്ന് മികച്ച ക്യാമറകൾ, മികച്ച ലെൻസുകൾ. അപ്പോഴാണ് നമ്മൾ മുമ്പ് സാധാരണ ഫിലിം ക്യാമറയിൽ പക്ഷികളെ ഫോട്ടോ എടുത്തവനെ തൊഴുതു പോകും, നമിച്ചു പോകും അവർ. ഇന്നിപ്പം നമുക്ക് ഓട്ടോ ഫോക്കസിങ് സംവിധാനമൊക്കെ വന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഫോട്ടോസ് എടുക്കൽ
ഒരു വലിയ വിഷയമല്ല. നമ്മൾ കുറച്ച് സമയം മെനക്കെടണമെന്ന് മാത്രം. അപ്പോൾ സാങ്കേതികതിൻ്റെ വലിയ പിൻബലം ഇന്നെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം എത്ര പക്ഷികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും? നിരീക്ഷണമല്ല, ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഏകദേശം എത്ര പക്ഷികളൊന്നും? ഒരു 121 പക്ഷികളെ 121 ഇനം പക്ഷികളുടെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഈ പോകുന്ന വഴിയിൽ എപ്പോഴും ക്യാമറ കരുതോ? കയ്യിൽ കരുതോ? രാവിലെ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇവളെ സപ്പോർട്ടാണ്. രാവിലെ ഞാൻ 6 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വഴിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അതിന് മുമ്പേ ഇവള് ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും എടുത്തിട്ട് അങ്ങനെ പോവുകയ്യ. മിക്കവാറും സ്ഥലങ്ങൾ ഇപ്പം കാട്ടാമ്പള്ളി, മുല്ലക്കൊടി, ചതുപ്പ്, അതായത് പക്ഷികളെ തേടി പോകുന്നത്. പിന്നെ അങ്ങ് ഭാസ്കരം പീടിയ, ചെമ്പല്ലിക്കുണ്ട്, കൂടാളി, പിന്നെ മുണ്ടേരിക്കടവ്, ഒരുതരം അലച്ചലുണ്ട്. അത് രാവിലെ മുതൽ പോയി കഴിഞ്ഞാൽ ഉച്ചവരെയെങ്കിലും അവിടെ ഇരിക്കും. പിന്നെ ഈ വീടിൻ്റെ ഈ വളപ്പും നല്ലൊരു പക്ഷി ഈ സങ്കേതമാണ്. ഇവിടെ ഈ ദൂരെ പോയിട്ട് ഇങ്ങനെ കാത്തു കെട്ടി കിടന്നിട്ട് ഇപ്പോൾ രാവിലെ പോയി ഒരു പക്ഷി കിട്ടാൻ വേണ്ടി വൈകുന്നേരം വരെ ഒരേ സ്ഥലത്ത് തന്നെ അങ്ങനെ കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ അനുഭവം? ഉച്ചവരെയിലിരിക്കും. പിന്നെ വൈകുന്നേരം വരെ മുല്ലക്കുടിയിൽ നിന്നൊരു പിഗ്മി ഗൂസ് എന്ന് പറയുന്ന ഒരു പിന്നെ പച്ച എരണ്ടിയുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോന് വേണ്ടി ഞാൻ രാവിലെ 6:30 ഇരുന്നിട്ട് 12 മണി വരെ ഇരുന്നിന്. കിട്ടി? നല്ല ഫോട്ടോ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അല്ല, ഇങ്ങനെ ഇരിക്കുന്നത് ആ പക്ഷി എവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്? അങ്ങനെ പോയി കാണുമ്പം ഇന്നിപ്പം കണ്ടു കഴിഞ്ഞാൽ നാളെ അത് മിക്കവാറും ഉണ്ടാവും, ഉണ്ടാണെന്നില്ല. അപ്പം പൊതുവേ പക്ഷികൾ രാവിലെ ഇറങ്ങി ഒരു 11 മണിയാകുമ്പോൾ എല്ലാം നമ്മളെ സൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ വൈകുന്നേരം 4 മണിക്കാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം മിക്കവാറും ഉണ്ടാവും. അതുകൊണ്ട് അത് ആ ലക്ഷ്യം വെച്ചിട്ടാണ് പോവുക. നല്ല ക്ഷമ വേണം. നന്നായിട്ട് രാവിലെ ഒരു ക്യാമറ ഫോക്കസ് ചെയ്തിരുന്നിട്ട് ഉച്ചവരെയായിട്ടും പക്ഷിയെ കിട്ടിയില്ലെങ്കിൽ നിരാശരായിട്ട് മടങ്ങി വരും. നമ്മൾ നിരാശല്ല, നമ്മളന്നിങ്ങ് വരും, അത്ര തന്നെ. ഇനി അതുമല്ല, പിന്നെ അങ്ങനെയുള്ള ഇരുത്തത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു പക്ഷി, ഒരു നല്ലൊരു ചിത്രം നമുക്ക് കൊണ്ടുതരുന്നൊരു സ്വഭാവമുണ്ട്. കഴിഞ്ഞ ആഴ്ച മുണ്ടേരിക്കടവെന്ന് പോയപ്പോൾ ഒരു പെരുമുണ്ടി എന്ന് പറയുന്ന കൊക്ക് ഇങ്ങനെ ഒരു ചെമ്മീനെ കൊത്തിയെടുക്കുന്ന ഒരു പിക്ചറുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. ഒരു സൈഡിലാണെങ്കിലും പക്ഷെ അത് നല്ല പിന്നെ ഫേസ്ബുക്കിലിട്ടപ്പോൾ നല്ല അഭിപ്രായം കിട്ടിയ പിക്ചറാണ്. അതെപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അതൊന്നും നമുക്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് നമ്മളെ മുമ്പിലേക്ക് നമ്മളെ ക്ഷമയോടെ ഇരുന്ന് ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഫ്രെയിം കിട്ടിപ്പോകുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ പക്ഷി നിരീക്ഷകർ ധാരാളമുണ്ട്, അറിയപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ ഖലീൽ സാറിനെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരും പിന്നെ അങ്ങനെയുള്ളവരുടെ ഈ സംഘടനയിലായിട്ടെല്ലാം ബന്ധപ്പെടാറുണ്ടോ? ഇല്ല, ഞാനിപ്പം ഒരു അശ്വിൻ എന്ന് പറയുന്ന ഒരു പക്ഷി നിരീക്ഷകനുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത, SBI റിട്ടയർ ചെയ്ത, നല്ല പ്രായമുണ്ട്. അവർക്ക് ഒരു പക്ഷി ഇങ്ങനെ മടായിപ്പാറ എന്നുള്ളൊരു അനുഭവം. ഇങ്ങനെ പറന്നു പോകുമ്പോൾ തന്നെ അത് ഇന്ന പക്ഷിയാണ്, അതിൻ്റെ ശബ്ദം കേട്ടാൽ അവർക്ക് മനസ്സിലാവും. അവർ വലിയ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, പക്ഷെ ഞാനും ഓറും കൂടി ഈ അയ്യോത്ത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഒരുപാട് പക്ഷികളാണ് നമ്മൾ ഓറും ഞാനും കൂടി നിരീക്ഷിച്ചിട്ടുണ്ട്. അല്ലാതെ അതിനപ്പുറം മറ്റുള്ളവരുമായിട്ട് അങ്ങനെ അധികം ബന്ധങ്ങളായിട്ടില്ല. പിന്നെ ഇപ്പം VC ബാലകൃഷ്ണനെ അറിയാം. പിന്നെ മയിൽ ഇവിടെ പറശ്ശിനിക്കടവിലൊരു ദീപ്തി ടീച്ചറുണ്ട്. അവർ വളരെ സജീവമായിട്ട് അവർ കുറച്ചുകൂടി പൂമ്പാറ്റകളിലാണ് കൂടുതൽ അവരെ. പിന്നെ അങ്ങനൊരു ഇവരെ കൂട്ടത്തിൽ കൂടിയിട്ടുള്ളൊരു ബന്ധമൊന്നും അങ്ങനെ ആയിട്ടില്ല. മയിൽ ബാങ്കിൻ്റെ കലണ്ടറിൽ ഞാനത് ഈ 12 ഫോട്ടോസ് മുല്ലക്കൊടി കൈവയലിൽ നിന്ന് കിട്ടിയ, അത് യൂറോപ്യൻ ചതുപ്പൻ എന്ന് പറയുന്ന പക്ഷി യൂറോപ്പിൽ നിന്ന് ദേശാടനത്തിന് വരുന്നത്. അങ്ങനെ ഒരു പക്ഷിയെ മുല്ലക്കൊടി ചതുപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജൈവ വൈവിധ്യമുള്ള, ഇത്രയും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ഒഴിഞ്ഞു കിടക്കുന്ന, നമ്മൾ ചതുപ്പ് എന്ന് പറഞ്ഞിട്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് മുല്ലക്കൊടി. ഇനി ഭാവിയിൽ എന്തെങ്കിലും അതിനൊരു ഭീഷണി നേരിടുമ്പോൾ നാട്ടുകാർക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ, അല്ല നമ്മളെ പോലുള്ള എല്ലാവർക്കും നാളെ ഇത് വേണം. ആ ചതുപ്പും പക്ഷികളും അവിടെ ആവശ്യമുണ്ട്. പിന്നെ ആരെങ്കിലും പറയുമ്പോൾ, കൃഷിക്കാരോട് പറയുമ്പോൾ ഞാൻ പറയും, ഈ പക്ഷികൾ വരുന്നതുകൊണ്ടാണ് അവിടെ മത്സ്യങ്ങൾ ഉണ്ടാകുന്നത്. ആ മത്സ്യങ്ങളും പക്ഷികളും കൂടിയാണ് ആ മണ്ണിന് നല്ല ഫലപുഷ്ടി കിട്ടുന്നത്. ഇപ്പം നല്ല രീതിയിൽ നെല്ല് കിട്ടുന്നുണ്ട് പിന്നെ കൈവയലിൽ. അതിനൊരു പ്രധാന കാരണം ഈ പക്ഷികളും കൂടിയാണ്. പക്ഷെ നമ്മളെ പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞാൽ മാഷ ഇതുപോലെയല്ല. നമ്മളെ നിരീക്ഷണത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് JCB പണിയെടുക്കുന്ന സ്ഥലങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അവിടെയൊക്കെ ഈ JCB അടുത്തെത്തി, അതിൻ്റെ കൈ അടുത്തെത്തി കഴിഞ്ഞാലും അവിടുന്ന് തീരെ മാറാതെ ഈ കൊച്ചകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതുപോലെ ഈ മണ്ണ് മാന്തിയിട്ട സ്ഥലത്തൊക്കെ ഇതിങ്ങനെ നിൽക്കുന്നതാണ്. സാധാരണ ആളുകൾ അടുത്തെത്തിയാൽ അതങ്ങ് പറന്നു പോകേണ്ടതല്ലേ.
ഇങ്ങനെയുള്ള ചില നിരീക്ഷണങ്ങളാണ് നമ്മളതിൽ വരുന്നത്. മാഷക്ക് ഇങ്ങനെയുള്ള ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്? ഉണ്ട്. പിന്നെ ഒന്ന് ഇരതേടി ടില്ലർ ട്രാക്ടർ പൂട്ടുന്നിടയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ കൊക്കുകൾ നാല് തരം കൊക്കുകളും ഈ മറ്റ് ഒന്ന് രണ്ട് പക്ഷികളൊക്കെ അതിൻ്റെ കൂടെ ഈ യാതൊരു പേടിയില്ലാതെ നമ്മളിപ്പം പെട്ടെന്ന് വിചാരിക്കും ടയർ കയറിപ്പോയി. എനിക്കൊന്നത് കാലത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് പേടിയില്ലാണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം ഒരുപാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പോകുന്നത്. പിന്നെ മനുഷ്യൻ്റെ അത്ര പേടിക്കണ്ട എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരു ക്യാമറ കണ്ടാൽ ഇവിടുന്നൊക്കെ പക്ഷികൾ അപ്പോൾ അപ്രത്യക്ഷമാവും. വളരെ സാവധാനത്തിലേ നമ്മളതിന് അടുത്തേക്ക് പോകും. ഇപ്പോൾ ഒരു പഞ്ചായത്ത് വൈസോ, അതായത് കൊളച്ചേരി മയ്യിൽ പഞ്ചായത്ത് വൈസ് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ എത്ര ഇനങ്ങൾ പക്ഷികളുണ്ട് എന്നൊക്കെയുള്ള ഒരു കണക്ക് മാഷ് ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിൽ പൊതുവെ ഇപ്പം ഇവരുടെ ഡാറ്റ പ്രകാരം 193 പക്ഷികൾ 193 ഇനം പക്ഷികളുണ്ട്. അതിൽ 65 ദേശാടന പക്ഷികളാണ്. ഇപ്പം ഈ കൊളച്ചേരി പഞ്ചായത്തിൽ കൊളച്ചേരി പഞ്ചായത്തിൻ്റെ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി അവരെന്നെ സമീപിച്ചത്. അപ്പോൾ അതിൽ 68 പക്ഷികളെ ലിസ്റ്റ് ഞാൻ കണ്ടത് മാത്രം. 68 ഇനം പക്ഷികൾ ഈ കൊളച്ചേരി പഞ്ചായത്തിലുണ്ട്. മയിൽ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം ഇനിയും കൂടും. ഈ 68 ഇനത്തിൽപ്പെട്ടതും അവിടെ ഉണ്ടാവും. അവിടെയുണ്ട്. കൂടാതെ അവിടെ ദേശാടന കൊളച്ചേരി പഞ്ചായത്തിൽ എവിടെയും ഈ ദേശാടന പക്ഷികൾ അധികം വരുന്നില്ല. കതിരൂർ പഞ്ചായത്തിലെ ഒരു ലതിക ടീച്ചർ പിന്നെ കതിരൂർ പഞ്ചായത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഒരു സ്വപ്നമാണ് മയിൽ പഞ്ചായത്തിൽ പിന്നെ തനതായിട്ട് എപ്പോഴും കാണുന്ന പക്ഷികളും വരുന്നവരും വിരുന്നുകാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫോട്ടോ ആൽബം അതിൻ്റെ ചെറിയ വിവരണം കുട്ടികൾക്ക് രക്ഷാകർത്താക്കൾക്ക്. പലപ്പോഴും നമ്മളെ വീട്ടുമുറ്റത്ത് വരുന്ന പക്ഷികളെ പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 തരം പിന്നെ കൊക്കുകളെ നമ്മൾക്ക് വയലിൽ കാണും. പക്ഷെ നമുക്കെല്ലാം കൊച്ചയാണ്. പിന്നെ കുറച്ചെന്തെങ്കിലും വലിപ്പം ഉണ്ടായി കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ വിളിക്കും. ഇപ്പം ചേരാക്കൊക്കനെയൊക്കെ കണ്ടാൽ ആൾ പറയും അത് സൈബീരിയൻ കൊക്കാന്ന്. അത് പത്രക്കാരിൽ പിന്നെ നല്ല പേരുള്ള പത്രങ്ങളിൽ വരെ അങ്ങനെ തെറ്റായ വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ വീട്ടുമുറ്റത്ത് വരുന്ന പക്ഷികളെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഫോട്ടോ ആൽബം ഉദ്ദേശിക്കുന്നു. അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ? ഏതാണ്ട് തന്നെ ഇപ്പം പിന്നെ ഞാൻ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയുടെ പോലും നല്ലൊരു ഫോട്ടോ എനിക്ക് ഇതുവരെ കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട പേരാണ് ബലിക്കാക്കിയും കാവതിക്കാക്കിയും. അവരെ നല്ല ഫോട്ടോസ് ഞാനിങ്ങനെ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ജനകീയ അധ്യാപകൻ എന്ന രീതിയിൽ പേര് കേട്ടാണ്. കാരണം സാംസ്കാരിക പ്രവർത്തനമുണ്ട്, കുട്ടികൾക്ക് പല ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ക്ലാസ്സുകൾ എടുക്കാൻ റിസോഴ്സ് പേഴ്സണായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷികളുമായി ബന്ധപ്പെട്ടിട്ട് പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് ഇത് കാണുന്ന കുട്ടികളോട് മാഷക്ക് എന്താണ് പറയാനുള്ളത്? ഭൂമിയിൽ പക്ഷികൾ മനുഷ്യർക്ക് മുമ്പേ ഉണ്ടായതാണ്. ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് പക്ഷികളും പൂമ്പാറ്റകളും പൂക്കളും. അപ്പോൾ പക്ഷികളുണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമ്മളുള്ളൂ. ഇപ്പം കൈവേലി പോലുള്ള സ്ഥലത്ത് ഒരു കാലത്ത് ഈ ജൈവ പിന്നെ വളങ്ങൾ ഉപയോഗിക്കാത്ത കാലത്ത് അവിടെ പക്ഷികൾ കുറവായിരുന്നു. ഇപ്പം ജൈവവളങ്ങൾ ഉപയോഗിക്കുകയും ധാരാളം അട്ടയൊക്കെ വന്നതോടും കൂടിയിട്ട് പക്ഷികളും കൂടുതലുണ്ട്. അപ്പോൾ ആ മണ്ണ് നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം പോലും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷികൾ നമ്മളെ സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്കും വളരെ നന്നായി താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വീടുകളിൽ നമുക്കിപ്പം വേനൽക്കാലം ഒരു ഡിസംബർ മുതൽ ചെയ്യാൻ പറ്റുന്നത് പക്ഷികളെ നമ്മൾക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് കാണാവുന്ന ഒരു അകലത്തിൽ ഒരു മൺചട്ടിയിൽ കുറച്ച് ഉയരത്തിൽ ഒന്നിക്കൽ ചെടികളുടെ മുകളിൽ കൊമ്പുകളിൽ കെട്ടിത്തൂക്കുക, അല്ലെങ്കിൽ ഒരു നല്ല പൈപ്പോ അല്ലെങ്കിൽ മരക്കുറ്റിയുടെ മുകളിലോ ഒരു പിന്നെ മൺചട്ടി വെച്ച് അതിൽ ദിവസേന തണുത്ത വെള്ളം നിറച്ച് കൊടുക്കുക. ഇത് ഉയരത്തിൽ വെക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ താഴെ വെച്ചാൽ ഇപ്പോൾ ഈ പൂച്ചകളും പിന്നെ മറ്റും ഇതിനെ നോക്കിയിരുന്ന് വരുന്ന പക്ഷികളെ ആക്രമിക്കും. ഇനി ഒരു കൂട്ടത്തിൽ ഒരു പക്ഷിയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പക്ഷിക്കൂട്ടം പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സ്ഥലത്തെങ്കിലും പക്ഷികൾക്കായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പിന്നെ ബുൾബുളും കാക്കകളൊക്കെ നമ്മൾ ആ സമയത്ത് ഭക്ഷണം ഇല്ലെങ്കിൽ അവർ തന്നെ അവിടെ നിന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്ഷണം എടുത്തിട്ട് പോകുമ്പോൾ അവർ കുറച്ച് ദൂരോട്ട് മാറിയിരിക്കും എന്നല്ലാതെ പറന്നു പോകുന്നില്ല. അപ്പം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായിരിക്കും നമുക്ക് വീട്ടുവളപ്പിൽ ഇതേപോലെ വെള്ളം വെച്ച് കൊടുക്കുക. അത് ഉയരത്തിലായിരിക്കണം. അവിടെ ധാരാളം പക്ഷികൾ, നമുക്ക് പേരറിയുന്നതും പേരറിയാത്തതുമായ ഒരുപാട് പക്ഷികൾ വരും. അപ്പോൾ ആ പക്ഷികൾ വരുന്ന സമയം
അതിൻ്റെ നിറം പിന്നെ അതൊക്കെ പിന്നെ 4ാം ക്ലാസ് മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു ചെറിയ തോതിലൊരു പക്ഷി നിരീക്ഷകനാകാം. മാഷിൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. പേര്? ദീപ. ദീപ. അപ്പോൾ മാഷ് പറയുന്നത് ഇത്ര നേരം അവിടെ അടുത്തിരുന്ന് കേട്ടല്ലോ. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. രാവിലെ ക്യാമറ എടുത്തിട്ട് ഇറങ്ങും, രാവിലെ ഉച്ചക്ക് എന്തെങ്കിലും പക്ഷിയെ കിട്ടിയാലായി, ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടാതെ വരും. അപ്പോൾ എങ്ങനെയാണ് മാഷ് ഈ ഒരു യാത്രയെ കാണുന്നത്, പക്ഷികളുടെ പിന്നാലെയുള്ള യാത്രയെ? അതാണ് മൂപ്പറെ ഒരു പിന്നെ വലിയ ഒരു ഇഷ്ടം. രാവിലെ എഴുന്നേറ്റപാട് പറയും ഇന്ന് പോണം, ഇനി ആരെങ്കിലും വിളിക്കും, പിന്നെ ഇന്ന് പക്ഷികൾ വന്നിട്ടുണ്ട് ഇന്ന് വിളിക്കുമ്പോ സാധാരണ നമ്മൾ എഴുന്നേറ്റാൽ ഇന്നാളെ കാണാൻ പോണത്, മാഷ് ഇന്ന് പക്ഷികളെ കാണാൻ ഉണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുക രാവിലെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപാട് എന്തെങ്കിലും ചായയും ഭക്ഷണം എന്തെങ്കിലും വേണം, കഴിക്കാതെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോ പിന്നെ തലേന്നേ പറയും. അല്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചോദിച്ചില്ല. എന്ന് വെച്ചാൽ ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. ആദ്യമേ ഞാനിത് കാണുന്നതാണ്, പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം ഫോട്ടോ എടുക്കല. നിങ്ങൾക്ക് അതിൽ താല്പര്യം, ഈ ഇതേപോലെയുള്ള ഇതിൽ താല്പര്യമുണ്ടോ? താല്പര്യമെല്ലാം ഉണ്ട്. അത് എടുക്കുന്നതും കാണാനും, അത് വന്നപാടെ കാണിച്ചു തരും. നല്ല ഫോട്ടോസ് കിട്ടിയാല് അപ്പോൾ അവിടെ കാണിച്ചു തരും. ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ഒരു 25 വർഷക്കാലായി. 25 വർഷമായി സ്റ്റുഡിയോ നടത്തുന്നു. 25 വർഷം സ്റ്റുഡിയോ നടത്തുന്ന ഒരു ലേഡി എന്ന് പറയുമ്പോൾ അതൊരു അപൂർവതയാണെന്ന് തോന്നുന്നു. എവിടെയാണ്? മയിൽ സ്റ്റുഡിയോയുടെ പേര്? വോൾഗ സ്റ്റുഡിയോ. അപ്പൊ ക്യാമറയായിട്ട് 25 വർഷത്തെ നല്ല സപ്പോർട്ടായിരിക്കും. അതിന്റെ സപ്പോർട്ട് എല്ലാം പഠിപ്പിച്ചു തന്നതും ഇവർ തന്നെയാണ്. പക്ഷികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? പക്ഷികളെ എടുത്തിട്ടില്ല. ചെറിയൊരു വീഡിയോകള് ഇങ്ങനെ ഫോണിലെല്ലാം എടുക്കുമായിരുന്നു. ഒരു മോനുണ്ട്, അവൻ പിന്നെ ഇപ്പം PG പഠിക്കുന്നു. ഡിസൈൻ NID. അവനും നല്ല താല്പര്യമാണ്. ഷെല്ലി. ഇപ്പം NID അഹമ്മദാബാദ്. ഇതെല്ലാം ബന്ധപ്പെട്ട തന്നെ കുടുംബം. ഇതെന്റെ അമ്മ, ഇത് ഭാര്യന്റെ അമ്മ സരോജിനി അമ്മ. അമ്മേന്റെ പേര്? എൻ്റെ പേര് യശോദ. അപ്പൊ ഈ മോനിങ്ങനെ ക്യാമറയിൽ പക്ഷീനെ പിടിച്ചു കൊണ്ടുവരുന്നത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഈ ക്യാമറയായിട്ട് മുൻപേ താല്പര്യം ഉണ്ടോ മോന്? ചെറുപ്പത്തിലേ താല്പര്യമാണ്. അതെയാ? ക്യാമറ അന്നേരം തീപ്പെട്ടി ആക്കിയിട്ടാണോ ക്യാമറ ആക്കിയിട്ട്. തീപ്പെട്ടിയുണ്ട്? തീപ്പെട്ടിയുണ്ട്. എന്ത് ചെയ്യും തീപ്പെട്ടിയുണ്ട്? എങ്ങനെ ആക്കി എന്നിട്ട് അതിനൊട്ടിച്ച് എന്നിട്ട് ഇതാക്കിയിട്ട് പിന്നെ വെക്കലാന്ന് ക്യാമറ പോലെ. എന്നിട്ട് ഒരു ഫോട്ടോ പോലെ ആക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ആകുമ്പോ കാണുമല്ലോ, ഫിലിമെല്ലാം വെച്ചിട്ട്. മറ്റേ ഫിലിം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ സിനിമയെല്ലാം ആക്കലാണ്. ചെറുപ്പത്തിലേ ഉണ്ട്? ചെറുപ്പത്തിലേ ഒരു ശീലാന്ന് വരും. അന്നേരം ദേഷ്യപ്പെടുവാ ഇതൊന്നും ചെയ്യാണ്ട് പോയി പഠിക്കുന്നു പറയുന്നുണ്ട് അന്നേരം? ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നല്ലേ? അന്നേരം സ്കൂൾ കുട്ടിയ സമയത്തല്ലേ, അന്നേരം എന്റെ ഒന്നിച്ചുള്ള കുട്ടികളെല്ലാം ഉണ്ടാവും, അവരെല്ലാരും കൂടി. അപ്പൊ അമ്മേന്റെ പ്രോത്സാഹനം ഉണ്ട് ചെറുപ്പത്തിലെ. മാഷ ഈ പറഞ്ഞത് കേട്ടത് പ്രകാരം മാഷയിലെ ഒരു പക്ഷി നിരീക്ഷകനെ പുതിയ കുറേ ആളുകൾ കൂടി ഇതിലൂടെ ഇപ്പോൾ അറിയും. മാഷ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഫോട്ടോ ആൽബം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ പറ്റാതെ, മാഷ പറഞ്ഞത് ഈ പഞ്ചായത്തിൻ്റെതാണ്, പഞ്ചായത്തിൽ ഒതുങ്ങാതെ അത് ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ വ്യാപിക്കുന്ന രീതിയിലേക്ക് പോട്ടെ. അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകരും സംഘടനകളുമൊക്കെ മാഷ ഇത് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ മാഷയുടെ ആഗ്രഹം കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. നിങ്ങളെ പിന്നെ ഈ ഒരു പരിപാടികൾക്കും വളരെയധികം നന്ദി, എന്നോട് എന്നെ പരിഗണിച്ചതിന്. നന്ദി. നമസ്കാരം.